സർവകലാശാലയിലേക്ക് SFI മാർച്ച്. കേരള സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനെതിരെ SFI നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്തതിലും കായിക താരങ്ങൾക്ക് TA നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. സർവകലാശാല കവാടത്തിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ആസ്ഥാനം കൈയടക്കി. സംഘർഷം കടുപ്പമായതോടെ പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ പിന്തിരിയാൻ തയ്യാറാകാത്ത വിദ്യാർത്ഥികൾ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിൽ സംഘടിക്കുകയും VC-യുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധം തുടരുകയും ചെയ്തു. വ്ളോഗർ ചിന്നു പാപ്പുവിന്റെ മരണം. നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. വ്ളോഗർ ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ പുറത്ത്. ചിന്നു പാപ്പു എന്ന് അറിയപ്പെടുന്ന K. രേഷ്മയുടേത് തൂങ്ങിമരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ലഹരിക്കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ അഭിഭാഷകയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലപ്പുഴ സ്വദേശി അഡ്വക്കേറ്റ് സത്യമോളാണ് മരിച്ചത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് അഭിഭാഷകയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സത്യമോളെയും മകനെയും ഒക്ടോബറിൽ പോലീസ് MDMA-യുമായി അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് MDMA, കഞ്ചാവ് എന്നിവ കണ്ടെത്തിയിരുന്നു. കാമുകിക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിച്ചു. യുവാവ് ജീവനൊടുക്കി. പ്രണയിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിനു പിന്നാലെ യുവാവ് ജീവനൊടുക്കി. തോന്നയ്ക്കൽ ലാൽബാഗ് നഗർ ഉഷാഭവനിൽ കിരണാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ സമീപത്തെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു സംഭവം. കിരണുമായി ഇഷ്ടത്തിലായിരുന്ന പെൺകുട്ടിക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. AKG സെന്ററിന് സമീപത്തെ വീട്ടിൽ തീപിടുത്തം. AKG സെന്ററിന് സമീപത്തെ വീട്ടിലാണ് ഇന്നലെ രാവിലെ തീപിടുത്തമുണ്ടായത്. ക്രിസ്തുദാസ് എന്നയാളുടെ വീടിന്റെ 2 മുറികളിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുന്നുകുഴി സരോജിനി വിലാസത്തിലായിരുന്നു സംഭവം. മുറികളിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഫയർഫോഴ്സ് അറിയിച്ചു. വീടിന്റെ 2 മുറികളിലാണ് തീപിടുത്തമുണ്ടായത്.